നമസ്കാരം. കേരള കണക്ട് തത്സമയ പരിപാടിയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. കേരള കണക്റ്റിൽ ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് തിരുവനന്തപുരം നഗരസഭാ മേയറായ ശ്രീ വി രാജേഷ് സാറാണ്. സ്വാഗതം സാർ. നമസ്കാരം. കേരള കണക്റ്റിലൂടെ നമ്മുടെ അതിഥികളുമായി പ്രേക്ഷകർക്കും സംവദിക്കാനുള്ള അവസരമുണ്ട്. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. കൂടാതെ വാട്സപ്പ് മുഖേന നിങ്ങൾക്ക് മെസ്സേജായും നിങ്ങൾക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മേയറുമായി സംവദിക്കാൻ അവസരമുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സർ. നമ്മുടെ ഈ ഒരു നഗരവികസനത്തിനെ കുറിച്ച് തന്നെ നമുക്ക് സംസാരിച്ചു തുടങ്ങാം. നഗരവികസനം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഭൗതിക മാറ്റങ്ങളെക്കാൾ ഉപരി നമ്മുടെ നഗരത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ അല്ലെങ്കിൽ ഇവിടെ ജീവിക്കുന്ന നഗരവാസികളുടെ ക്ഷേമവും അതുപോലെ തന്നെ അവരുടെ ഒരു വികസനവുമാണല്ലോ നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ സാറ് മുന്നോട്ട് വയ്ക്കുന്ന വികസന മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഞങ്ങളൊരു കൂട്ടായൊരു ചർച്ചയിലൂടെയാണ് കുറേ കാലം കൊണ്ട് ഉരുത്തിരിഞ്ഞു വന്ന കുറേ ആശയങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഈ ഭരണസമിതിയുടെ ലക്ഷ്യം. അത് ഞങ്ങൾ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ജനങ്ങളോട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ അവർ ചുമതല ഏൽപ്പിച്ചത്. അപ്പോൾ അക്കാര്യങ്ങൾ ഊന്നി നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏതൊരു ഭരണസമിതിയുടെയും ഉത്തരവാദിത്വം അതാത് ഭരണകൂടങ്ങൾക്ക് അധികാരപ്പെട്ട സ്ഥലത്ത് ജീവിക്കുന്ന ജനങ്ങൾക്ക് പരമാവധി അന്നത്തെ സാഹചര്യം അനുസരിച്ച് പരമാവധി സൗകര്യപ്രദമായും സുഗമമായും ജീവിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ്. ഞാൻ ജനങ്ങൾക്ക് എന്ന് പറയുമ്പോഴേക്കും ജീവജാലങ്ങൾക്കുൾപ്പെടെ അവിടെയുള്ള വൃക്ഷങ്ങൾ ഉൾപ്പെടെ അവിടുത്തെ പ്രകൃതി ഉൾപ്പെടെ സംരക്ഷിക്കുക എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ട പ്രത്യേകിച്ച് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ എല്ലാത്തിൻ്റെയും ഡ്യൂട്ടിയാണ്. അതിൽ ഏതൊക്കെ എത്രമാത്രം പെർഫെക്റ്റായിട്ട് ചെയ്യാൻ കഴിയുന്നു എന്നുള്ള സാഹചര്യം അനുസരിച്ചും ഭരിക്കുന്ന പ്രസ്ഥാനങ്ങളുടെ ആശയം അനുസരിച്ചും ഇരിക്കും. അപ്പോൾ തിരുവനന്തപുരമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് അനന്തമായ സാധ്യതകൾ എല്ലാ മേഖലയിലേക്കും സാധ്യതകൾ തുറന്നു കിടക്കുന്ന ഒരു പട്ടണമാണ്. അവിടെ പരമാവധി ഇക്കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ യാത്രാ സൗകര്യമായിക്കോട്ടെ, അതുപോലെ തന്നെ പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, കുടിവെള്ളം, അതുപോലെ തന്നെ ഇവിടുത്തെ അന്തരീക്ഷ മലിനീകരണം നിയന്ത്രിക്കുക, കുടിവെള്ള പ്രശ്നം പരിഹരിക്കുക, വെള്ളക്കെട്ടുണ്ട്, പിന്നെ തെരുവ് നായ്ക്കളുടെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇതൊക്കെ പരിഹരിക്കുന്നതിലൂടെ തിരുവനന്തപുരത്തിൻ്റെ സാധ്യതകൾ സ്വാഭാവികമായിട്ടും തുറന്നു വരും. ഇത് എല്ലാം കണക്ട് ചെയ്തിരിക്കുകയാണ് ഇഷ്യൂസൊക്കെ. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സർ, അതുപോലെ തന്നെ നമുക്ക് ഏതൊക്കെ മേഖലകൾക്കായിരിക്കും കൂടുതൽ മുൻഗണന നൽകുന്നത്? ഇപ്പോൾ ഒരു ബജറ്റ് അവതരണം കഴിഞ്ഞു, ഏതൊക്കെ മേഖലകളിലാണ് കൂടുതലായിട്ട് മുൻഗണന നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്? ഏറ്റവും കൂടുതൽ മുൻഗണന നൽകിയിട്ടുള്ളത് ജനങ്ങളുടെ സുരക്ഷിതത്വം തന്നെയാണ്. തെരുവ് നായ്ക്കളിൽ നിന്നും ജനങ്ങളെ സുരക്ഷിതരാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. സർ, നമുക്കിപ്പോൾ ഒരു കോളുണ്ട്, അതിനുശേഷം മറ്റ് ചർച്ചകളിലേക്ക് വരാം. ഹലോ, കേരള കണക്റ്റിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? നമസ്കാരം, എൻ്റെ പേര് വിനയൻ. ഞാൻ കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, മേയർ നമുക്കൊപ്പം ഉണ്ട്, ചോദിച്ചോളൂ. നമസ്കാരം. നമസ്കാരം. നമസ്കാരം വിനയൻ, പറയൂ. ഞാൻ ഇടയ്ക്ക് തിരുവനന്തപുരത്ത് മിക്കവാറും വരുന്ന ഒരു ആളാണ്. അപ്പം സാർ മേയറായ സമയത്ത് ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ഏറ്റവും നല്ലൊരു പദ്ധതിയായിരുന്നു. കാരണം മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇത്ര ഏക്കർ ഭൂമി കിട്ടുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ മാലിന്യമുക്ത നഗരമാക്കാൻ വലിയ താമസമില്ലാതെ സാധിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ആ പദ്ധതിയുടെ പിന്നീട് തുടർ നടപടികൾ എന്തെങ്കിലും ആയോ? ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചില സ്ഥലത്ത് ഭൂമി ഒരു 10 മുതൽ 15 ഏക്കർ വരെ ഭൂമി ലഭിക്കുവാനുള്ള സാധ്യതകൾ തേടുകയാണ്. അപ്പോൾ ഭൂമി ലഭിക്കുവാൻ പ്രശ്നമില്ല, അതിന് മുടക്കുവാനുള്ള പണവും പ്രശ്നമല്ല. മറ്റു ചില അങ്ങേക്ക് മനസ്സിലാവുമല്ലോ, മറ്റു ചില രാഷ്ട്രീയ അതോടൊപ്പം തന്നെ സാമൂഹ്യ സമവാക്യങ്ങൾ കൂടി യോജിക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ള പരിശ്രമം നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെൻട്രലൈസ്ഡ് മാലിന്യ പ്ലാന്റ് കൊണ്ടുവരാൻ സാധിക്കും. ഉദാഹരണത്തിന് ഗോവയിലും ഇൻഡോറിലും വാരണാസിയിലും ഒക്കെ ചെയ്യുന്നത് പോലെ സെൻട്രലൈസ്ഡ് പ്ലാന്റ് കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് തന്നെ എല്ലാം നമുക്ക് ശാസ്ത്രീയമായി സംസ്കരിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് കല്ലടി മുഖത്ത് ഒരു 10-12 വാർഡിൻ്റെ ഫുഡ് വേസ്റ്റ് ഉൾപ്പെടെ നമുക്ക് സംസ്കരിക്കുന്ന ഒരു പ്ലാന്റ് ഉണ്ട്. അതായത് ഒരു സെമി ഡീസെൻട്രലൈസ്ഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഞാൻ ആദ്യം പറഞ്ഞത് 101 വാർഡിലെയും നമുക്ക് ഒരുമിച്ച് സംസ്കരിക്കാം. ഈ രണ്ടാമത് പറഞ്ഞാണെങ്കിൽ 10 മുതൽ 15 വാർഡുകളുടെ വരെ നമുക്ക് ഒരു സ്ഥലത്ത് സംസ്കരിക്കാൻ സാധിക്കും. അപ്പോൾ ഒരിടത്ത് വിജയകരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലുള്ള ചെറിയ ചെറിയ പ്ലാന്റുകൾ കൊണ്ടുവരാനുള്ള പദ്ധതികൾ ആലോചിച്ചിട്ടുണ്ട്. അതിലൊരു 3-4 സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അവിടെ ഇപ്പോൾ കിടക്കുന്ന വാഹനങ്ങളൊക്കെ കുറേ പഴയ വാഹനങ്ങളൊക്കെ കിടക്കുക, അതൊക്കെ മാറ്റി അതിൻ്റെ നടപടികൾ സൈമൾട്ടേനിയസ്ലി പുരോഗമിക്കുകയാണ്. ഓക്കെ, വിളിച്ചതിൽ വളരെ നന്ദി.
ഇപ്പോൾ മേയർ പറഞ്ഞതുപോലെയുള്ള പദ്ധതികൾ നടപ്പിലാകുന്നതിലൂടെ നമ്മുടെ മാലിന്യ പ്രശ്നങ്ങൾക്ക് സ്ഥിരമായ ഒരു പരിഹാരം സ്ഥിരമായുള്ള പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. എല്ലാ ദിവസവും ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്, ഞങ്ങളുടെ മേയറുടെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെയും ഒക്കെ തന്നെ എനർജി നല്ലൊരു ശതമാനം രാവിലെ മുതൽ ആ മാലിന്യം അവിടെ വലിച്ചെറിയുന്നു, ഇവിടെ വലിച്ചെറിയുന്നു, മഴ പെയ്യുമ്പോഴേക്കും അവിടുത്തെ തോടടഞ്ഞു, ഇവിടുത്തെ തോടടഞ്ഞു. ഈ എനർജി മുഴുവൻ സർക്കാർ ഞങ്ങൾക്ക് ഭരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് തരുന്നതിന് വേണ്ടി ചെലവഴിക്കുന്ന പണവും സൗകര്യവും ഉദ്യോഗസ്ഥരുടെ എനർജിയും മുഴുവനും ഈ മീറ്റിങ്ങുകൾ നടത്തി വിലയേറിയ മണിക്കൂറുകൾ എല്ലാം മാലിന്യത്തിൻ്റെ പേരിലാണ്. നല്ലൊരു മാലിന്യവും തെരുവുനായും കാരണം സമയം അത്രയും നഷ്ടപ്പെടുകയാണ്. അപ്പോൾ കുറച്ച് റിസ്ക് എടുത്തിട്ടായാലും ആത്യന്തികമായി ഈ രണ്ട് പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്തിയുള്ളൂ. അതിന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് റിസ്ക് എടുത്തിട്ടായാലും അറ്റ് എനി കോസ്റ്റ് ഞങ്ങൾ പരിഹരിക്കും. സർ, അതുപോലെ തന്നെയാണ് ഈ ഡ്രൈനേജിൻ്റെ ഒരു ഇഷ്യൂ. നമുക്കറിയാം, ഈ ഒരു കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ വേനൽ മഴ പെയ്തപ്പോൾ പോലും നമ്മുടെ തിരുവനന്തപുരത്തെ തമ്പാനൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാകുന്ന അത്തരം പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായി ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾക്ക് എന്ത് പരിഹാരങ്ങളാണ്? അത്തരം പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഭരണം ലഭിച്ചതിന് ശേഷമാണ് കൂടുതൽ കാര്യങ്ങൾ രേഖകൾ പരിശോധിച്ച് ഞങ്ങൾക്ക് പരിഹരിക്കാൻ സാധിച്ചത്. ജനങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് രാജാവ് ഭരിച്ചിരുന്ന സമയത്തുണ്ടായ ഡ്രെയിനേജ് സിസ്റ്റത്തിലപ്പുറം കഴിഞ്ഞ 45 വർഷവും ഇവിടെ ഒരു വാർഡിലേക്ക് പോലും കൂടുതൽ ഡ്രെയിനേജ് കണക്ടിവിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ സംഭവിക്കുന്നത് എന്താണ്, നമുക്ക് മുട്ടത്തറയിലാണ് നമ്മുടെ STP ഉള്ളത്, ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉള്ളത്. ഈ പ്ലാന്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതിൻ്റെ ഒരിരട്ടി കൂടി സ്ഥലത്ത് ഡ്രെയിനേജ് ഇല്ലാതെ ഉണ്ട്. ഇത്രയും സ്ഥലത്തേക്ക് ഡ്രെയിനേജ് സൗകര്യം ഉണ്ടാക്കുക, അല്ലെങ്കിൽ മിനി ടൈപ്പ് STP പ്ലാന്റുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് പരിഹാര മാർഗം. അതിന് പലപ്പോഴും ജനങ്ങളുടെ എതിർപ്പൊക്കെ ഒരു തടസ്സമാവാറുണ്ട്. പല സ്ഥലങ്ങളിലും കോർപ്പറേഷൻ തന്നെ ഈ സെപ്റ്റിക് ടാങ്ക് കുഴിച്ചിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ വെള്ളപ്പൊക്കം ഉള്ളവർക്ക് കുഴിച്ചിടാൻ സാധിക്കില്ല. ഒന്ന് മഴ പെയ്താൽ ഈ സെപ്റ്റിക് ടാങ്കിൽ നിന്നെല്ലാം ഓവർഫ്ലോ ആവും. ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ തിരുവനന്തപുരത്തുണ്ട്. പല സ്ഥലങ്ങളിലും ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് വീട് നിർമ്മിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുണ്ട്. അന്ന് ആ കസേരയിൽ നിന്ന് ഉദ്യോഗസ്ഥർ എന്തെങ്കിലും കൊടുത്തിട്ട് അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അവിടെ വില്ലേജ് ഓഫീസിലൊക്കെ അത് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് അവിടെ പെർമിഷൻ വാങ്ങിയിട്ട് വീട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ വെള്ളക്കെട്ടുണ്ടാവും. ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതി ഉണ്ടാക്കി ഒന്നുകിൽ ചെറിയ STP പ്ലാന്റുകൾ അതാ സ്ഥലങ്ങൾ കൊണ്ടുവരിക, അല്ലെങ്കിൽ മുട്ടത്തറയിലേക്ക് ഇതൊക്കെ കൂടെ കണക്ട് ചെയ്യുക. മറ്റൊന്ന് താങ്കൾ പറഞ്ഞ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നമുണ്ട്. ഈ വെള്ളക്കെട്ട് വരുമ്പോഴേക്കും കോർപ്പറേഷനിലേക്കാണ് എല്ലാവരും നോക്കുന്നത്. പക്ഷേ ഈ വെള്ളപ്പൊക്കം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഈ നദികളൊക്കെ തന്നെ, അല്ലെങ്കിൽ ഓടകൾ പലതും തന്നെ മൈനർ ഇറിഗേഷൻ്റെയും മേജർ ഇറിഗേഷൻ്റെയും പ്രോപ്പർട്ടിയാണ്. അവിടെ കോർപ്പറേഷന് ചെയ്യാനുള്ള അധികാരമില്ല. മൈനർ ഇറിഗേഷനും മേജർ ഇറിഗേഷനും PWD ഉണ്ട്. PWD ഒട്ട് ചെയ്യുകയില്ല. അവരിപ്പോൾ മീറ്റിംഗ് വിളിച്ചാലും പറയും ഞങ്ങൾക്ക് ഫണ്ടില്ല എന്നൊക്കെ പറയും. ഇപ്പോൾ ഞങ്ങൾ ഈ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ഞങ്ങളൊരു തീരുമാനമെടുത്തത്, മൈനർ ഇറിഗേഷൻ്റെതും മേജർ ഇറിഗേഷൻ്റെതും PWDയുടെതും പെർമിഷൻ വാങ്ങിയിട്ട് ഫണ്ട് കോർപ്പറേഷൻ ചിലവാക്കാം. ഞങ്ങൾ അതിനിപ്പോൾ 17-ാം തീയതി ഉച്ചയ്ക്ക് 2:30 മണിക്ക് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. 18-ാം തീയതി രാവിലെ മേയർ ഉൾപ്പെടെ, മേയറും കോർപ്പറേഷനും മറ്റ് ഭരണ സമിതിയുടെ എല്ലാ ചുമതലയുള്ളവരൊക്കെ ഉൾപ്പെടെ ഞങ്ങൾ ഫീൽഡിലേക്ക് പോവുകയാണ്. പഴവങ്ങാടി, തമ്പാനൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാകുന്ന സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ ഞങ്ങൾ തന്നെ കോർപ്പറേഷൻ്റെ പണം മുടക്കി JCB ഒക്കെ ഇറക്കിയിട്ട് ക്ലീൻ ചെയ്യാനുള്ളൊരു പദ്ധതി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. പക്ഷേ PWDയുടെയും ഇറിഗേഷൻ്റെയും മൈനർ ഇറിഗേഷൻ്റെയും മേജർ ഇറിഗേഷൻ്റെയും പൂർണ്ണമായിട്ടുള്ള സഹകരണം അവരുടെ ടെക്നിക്കൽ എക്സ്പെർട്ടുകളും വന്നാൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ ഒരു പ്രശ്നത്തിലേക്ക് ഇത്രയും പെട്ടെന്ന് തന്നെ ഒരു പരിഹാരത്തിലേക്ക് എത്താനായിട്ട് കോർപ്പറേഷൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. സർ, നമുക്കൊരു കോളും കൂടി ഉണ്ട്. ഹലോ. ഹലോ സാർ. ഹലോ, ഉള്ളൂരിൽ നിന്ന് വിളിക്കുകയാണ്. സാറിനൊന്ന് കണക്ട് ചെയ്യാം. സർ കൂടെയുണ്ട്. കേരള കണക്റ്റിലേക്ക് സ്വാഗതം. സംസാരിച്ചോളൂ. ഹലോ സാർ, ഞാൻ ഉള്ളൂരിൽ നിന്ന് വിളിക്കായിരുന്നേ. നമസ്കാരം. പറയും. പേരെന്താ? എന്റെ പേര് സുരേഷ് എന്നായിരുന്നു. ഞാൻ വിളിച്ചത് സാർ, ഞാൻ രാവിലെ നടക്കാൻ പോകുമ്പോൾ കാണുന്ന കാഴ്ച, നമ്മുടെ ഉള്ളൂരിൽ നിന്ന് നമ്മൾ ആക്കുള റോഡിലോട്ട് പോകുമ്പോഴേ ആ സിവിൽ സപ്ലൈസിന്റെ അതുവരെയുള്ള റോഡിന്റെ ഈ ഒരു സൈഡിൽ ഈ പഴയ വണ്ടികൾ കൊണ്ടുവന്ന് ഇങ്ങനെ ഡംപ് ചെയ്തതുപോലെ 2-3 ഇങ്ങനെ ഡംപ് ചെയ്ത് വിട്ടു. അത് പോലീസ് കൊണ്ടിട്ടിരിക്കുന്നതാണോ നാട്ടുകാരുണ്ട്? അത് വ്യക്തികളുടെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, താങ്കൾ ഡംപ് ചെയ്യുന്ന ഉദ്ദേശിച്ചാൽ ഓടാത്ത പഴയ വണ്ടികളാണോ അതോ? അതെ, ഓടാത്ത പഴയ വണ്ടികൾ. 2 എണ്ണം അല്ലെങ്കിൽ 3 എണ്ണം, 1 എണ്ണം. അല്ല, അതിപ്പോഴും അവിടെ കിടക്കുകയാണോ? ഇപ്പോഴും ഉണ്ട്. അത് മാറ്റാറില്ല, അവിടെ കൊണ്ടിട്ടിട്ട് അങ്ങ് പോവുകയാണ്. അതെ, അവിടെ അതെനിക്ക് തോന്നുന്നത് ഈ വർക്ക്ഷോപ്പുകാരുടേതാണോ അതോ വ്യക്തികളുടെ ആണോ ഒന്നും അറിയില്ല. അത് ഇങ്ങനെ കുറെ കാലമായി അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ജംഗ്ഷനൊക്കെ പക്കയായിട്ട് രാവിലെ ക്ലീനിങ് ഒക്കെ നടക്കുന്നുണ്ട്, അതൊക്കെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇത് ഇങ്ങനെ ആരും ശ്രദ്ധിക്കാത്തപ്പോൾ അത് പകല് നമുക്കിത് ഒരു പക്ഷേ കണ്ടാൽ മനസ്സിലാവില്ലായിരിക്കും. ഈ രാത്രിയൊക്കെ പോകുമ്പോഴാണ് ഇത് വ്യക്തമായി നമ്മൾ പോകുമ്പോൾ ഇത് കാണുന്നത്.
അതായത് ഈ ക്ലീനിങ് താങ്കൾ പറഞ്ഞു നടക്കുന്നു എന്ന് പറഞ്ഞാൽ സന്തോഷമുണ്ട്. കാരണം ഞങ്ങളിപ്പോൾ രാവിലെ അതെ, 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 അതെ. 5:50 6 മണിക്കൊക്കെ തന്നെ അതെ, കോർപ്പറേഷൻ നല്ല രീതിയിൽ നടക്കുന്നു. കോർപ്പറേഷൻ മേയറും സെക്രട്ടറിയും ഒക്കെ ഉൾപ്പെടെ ഞങ്ങൾ ഫീൽഡ് വിസിറ്റ് ചെയ്യാറുണ്ട്. ഞങ്ങൾ രാവിലെ തന്നെ പോയി അറ്റൻഡൻസ് രജിസ്റ്റർ നോക്കാറുണ്ട്. എല്ലാ സർക്കിളിലും ഓഫീസിൽ പോകാറുണ്ട്. ഞങ്ങൾ 8-10 പേർ പല ദിവസങ്ങളിൽ പോകാറുണ്ട്. അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർ സഹകരിക്കുന്നുണ്ട്. ഞങ്ങൾ പോകുന്നതുകൊണ്ട് മാത്രമല്ല, ഞങ്ങൾ ജീവനക്കാരോടൊപ്പം പോകാറുണ്ട്. ജീവനക്കാർ പരമാവധി നന്നായിട്ട് സഹകരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ നഗരം പരമാവധി വൃത്തിയാക്കാൻ താങ്കൾ പറഞ്ഞ അഡ്രസ്സ് ചെയ്യേണ്ട പ്രശ്നമാണ്. ഒന്ന് അത് നമുക്ക് ജംഗ്ഷനൊക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കും. ഈ റോഡ് ഇങ്ങനെ കുറച്ചു ദൂരം മാത്രമേ ഉള്ളൂ. ഇത് പോലീസും PWD റോഡാണ്. PWDയും കോർപ്പറേഷനും ഒക്കെ കൂടി ചേർന്ന് ചെയ്യേണ്ടതാണ്. എന്തായാലും ഞങ്ങൾ കോർപ്പറേഷൻ്റെ കുറേ വാഹനങ്ങൾ അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട്, കോർപ്പറേഷൻ ഓഫീസിൻ്റെ ഫ്രണ്ടിലൊക്കെ. അത് ഉടൻ തന്നെ അത് മാറ്റാൻ വേണ്ടി ഒരു 60 സെൻറ്റ് സ്ഥലം ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയി നോക്കിയിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു വാർഡിൽ വെറുതെ കിടക്കുന്ന ഒരു 60 സെൻറ്റ് സ്ഥലത്തിലേക്ക് മാറ്റുകയാണ്. മറ്റൊരു മീറ്റിംഗ് നടത്തിയപ്പോൾ സിറ്റി പോലീസ് കമ്മീഷൻ ഉൾപ്പെടെ പങ്കെടുത്ത ഒരു മീറ്റിങ്ങിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ്റെ മുൻപിൽ ഉൾപ്പെടെ കിടക്കുന്ന പഴയ വാഹനങ്ങൾ ഉൾപ്പെടെ മാറ്റണം എന്നുള്ളൊരു തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അതിനൊരു സ്ഥലം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും താങ്കൾ പറഞ്ഞത് വർക്ക്ഷോപ്പുകാരാണ് അവിടെ കൊണ്ട് റോഡിലിട്ടിരിക്കുന്നതെങ്കിൽ അവരോട് പറഞ്ഞ് മാറ്റിക്കുക എന്നുള്ളതാണ്. പക്ഷേ സ്ഥിരമായിട്ട് ഏതെങ്കിലും ഓടാത്ത വാഹനങ്ങളോട് പാർക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ ഞാൻ ഇന്ന് തന്നെ അവിടുത്തെ കൗൺസിലറോട് പറഞ്ഞിട്ട് അന്വേഷിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിക്കവറി വാൻ വെച്ചിട്ട് നമുക്ക് മാറ്റാം. അതെ, അല്ല എനിക്ക് തോന്നുന്നു സ്ഥിരമായിട്ട് അവിടെ കിടക്കുന്നതാണ്. അത് അവിടെ ഇട്ടിട്ട് പിന്നെ അത് എന്താണ് അല്ലാതെ ഓടാത്ത വാഹനങ്ങളാണെങ്കിൽ ഞാൻ ഉള്ളൂർ വാർഡോ ഉള്ളൂർ ആക്കുളം വാർഡായിരിക്കും. ഞാൻ കൗൺസിലർമാരോട് ഇന്ന് തന്നെ അണമുഖം ഉള്ളൂർ ആക്കുളം വാർഡാണ് ആ ഭാഗത്ത് വരുന്നത്. ഞാനും സംസാരിക്കാം. വളരെ നന്ദി കേരള കണക്റ്റിലേക്ക് വിളിച്ചതിന്. നമ്മൾ പൊതുജനങ്ങൾ പലപ്പോഴും ബുദ്ധിമുട്ടുന്ന, അല്ലെങ്കിൽ വഴിയാത്രക്കാർ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയത്തിനെ പറ്റിയിട്ടായിരുന്നു ആ ഒരു പരാതി ഉന്നയിച്ചത്. മേയർ എത്രയും പെട്ടെന്ന് അതിനുള്ളൊരു പരിഹാരം കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സർ, നമുക്ക് തുടരാം. നമ്മളിപ്പോൾ ഡ്രൈനേജ് ഇഷ്യൂ ആണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വേനൽക്കാലമാകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മറ്റൊരു പ്രശ്നമാണ് കുടിവെള്ളം. അപ്പോൾ ഈ കുടിവെള്ള പദ്ധതികൾ എന്തൊക്കെയാണ് ഇപ്പോൾ നടത്തി വരുന്നത്? കുടിവെള്ള പദ്ധതികൾ 2 രീതിയിൽ കാണണം. അതിന് കുടിവെള്ള പദ്ധതി ഞാൻ വ്യക്തമായിട്ട് ഞങ്ങൾ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ സമരം ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷയമാണിത്. അതുകൊണ്ട് തന്നെ ഭരണപക്ഷത്ത് വന്നപ്പോൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നുള്ളതിൽ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് 2 രീതിയാണ് കാണേണ്ടത്. ഒന്ന്, തിരുവനന്തപുരത്തേക്ക് കുടിവെള്ളം വരുന്ന അരുവിക്കരയിൽ നിന്നാണ്. അരുവിക്കരയിൽ നിന്നും തിരുവനന്തപുരത്ത് കുടിവെള്ളം എത്തിക്കുക എന്നുള്ളതും തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ശുദ്ധീകരിച്ച് വീടുകളിൽ എത്തിക്കുക എന്നുള്ളതും വാട്ടർ അതോറിറ്റിയിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യമാണ്. അതിനുവേണ്ടിയാണല്ലോ വാട്ടർ അതോറിറ്റിയും ജലസേചന വകുപ്പ് മന്ത്രിയും കോടിക്കണക്കിന് തുകയും ഉദ്യോഗസ്ഥരെയൊക്കെ നമ്മൾ ചെലവഴിക്കുന്നത്. അപ്പോൾ ഇതിൽ ചില ഇടപെടലുകൾ, ചില സഹായങ്ങൾ ഒക്കെ ചെയ്യാൻ വേണ്ടി കോർപ്പറേഷന് ഉത്തരവാദിത്വമുണ്ട്. ഇപ്പോൾ കോർപ്പറേഷൻ റോഡുകളിൽ കൂടെ പോകുന്ന പൈപ്പ് ലൈൻ പോകുമ്പോഴേക്കും ആ റോഡ് കട്ടിങ്ങിൻ്റെ അനുവാദം ഞങ്ങൾ കൊടുക്കണം. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടത് 1000 ലിറ്റർ കുടിവെള്ളം അരുവിക്കരയിൽ നിന്നും ഇവിടേക്ക് ഒഴുക്കിയാൽ അതിൽ 600 ലിറ്റർ മാത്രമേ തിരുവനന്തപുരത്ത് എത്താറുള്ളൂ. ഒരുപക്ഷേ ഇത് പല ഉദ്യോഗസ്ഥരോ മന്ത്രിമാരോ ഒക്കെ ഇതറിയാമെങ്കിലും ജനങ്ങളോട് പറയാൻ തയ്യാറായിട്ടില്ല. എന്നാൽ ഞാൻ മേയറായതിനു ശേഷം ഇത് കൃത്യമായിട്ട് തവണ വിലയിരുത്തി പഠിച്ചതിന് ശേഷം പറയുകയാണ്, 1000 ലിറ്റർ വെള്ളം വന്നാൽ അത് 600 ലിറ്റർ തിരുവനന്തപുരത്തെത്തുള്ളൂ. ബാക്കിയെല്ലാം തന്നെ പൈപ്പിലൂടെ ലീക്കാവുകയാണ്. അപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ഫോഴ്സ് കുറയും. എന്തുകൊണ്ട് ലീക്കാവുന്നു? 30-35 വർഷം മുമ്പ് ഭൂമിക്കടിയിലിട്ട പൈപ്പുകൾ നിശ്ചിത കാലാവധി കഴിയുമ്പോൾ മാറ്റേണ്ടതായിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നമ്മൾ മാറ്റാത്തത് കൊണ്ടാണ് ഒരു പ്രശ്നം. മറ്റൊന്ന്, പൈപ്പ് ഇട്ടപ്പോൾ തന്നെ അതിൻ്റെ മിനിമം ക്വാളിറ്റി പാലിച്ചിട്ടുണ്ടോ ഇല്ലയെന്നുള്ള കാര്യം നമുക്കറിയില്ല. അപ്പോൾ ഈ 2 പ്രശ്നം കൊണ്ട് വെള്ളം ലീക്ക് ഉണ്ടാകുന്നു. അടിയന്തരമായി കുറേ ദൂരം പൈപ്പ് മാറ്റിയിട്ടുണ്ട്, കുറേ ബാക്കി മാറ്റിയിട്ടില്ല. അപ്പോൾ പൈപ്പ് മാറ്റി അരുവിക്കരയിൽ നിന്നും പൂർണ്ണമായിട്ടും വെള്ളം എത്തിക്കാൻ സാധിച്ചാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുകയുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള പല ലൈനുകളും പല സ്ഥലങ്ങളിലും പൊട്ടി ഒലിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ വെള്ളം കുറയുമ്പോഴേക്കും ഫ്ലാറ്റുകളിലേക്കൊന്നും കയറാൻ വേണ്ടിയുള്ള ഫോഴ്സ് കിട്ടുകയില്ല. ഇതാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം. മറ്റൊന്ന്, ഇനി കോർപ്പറേഷൻ എന്ത് ചെയ്യാൻ പറ്റും? കോർപ്പറേഷൻ ഇവിടെ വെള്ളം എത്തിയാൽ, സിറ്റിയിൽ ഇല്ലെങ്കിൽ അരുവിക്കര വെള്ളം ഉണ്ടെങ്കിൽ, ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ഈ കുടിവെള്ള പ്രശ്നം വരുമ്പോഴേക്കും ഞങ്ങൾ കോർപ്പറേഷൻ്റെ പണം ഉപയോഗിച്ച് ടാങ്കറുകളിൽ ജനങ്ങൾക്ക് സൗജന്യമായി എത്തിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാല സമയത്ത് കുടിവെള്ള പ്രശ്നമെന്ന് പറഞ്ഞു ഞങ്ങൾ 100 കണക്കിന് ടാങ്കർ വാടകയ്ക്ക് എടുത്ത് പുത്തരിക്കണ്ടത്ത് എല്ലാ ടാങ്കറുകൾക്കും നിർദ്ദേശം അവിടെ ഇട്ട് കൊടുത്ത് അതിനുശേഷം വാട്ടർ അതോറിറ്റിയുമായി സംസാരിച്ച് വെള്ളം ശേഖരിച്ച് സൗജന്യമായി ആറ്റുകാൽ പൊങ്കാലയ്ക്കും കൊടുത്തു, വീടുകളിലും കൊടുത്തു. പക്ഷേ ടാങ്കറിൽ വെള്ളം കൊണ്ട് ചെല്ലുമ്പോഴേ ഉണ്ടാകുന്ന പ്രായോഗിക പ്രശ്നം എന്താണ്?
ടാങ്കറുകൾ ഏറ്റവും ചെറിയ 2000 ലിറ്ററിൻ്റെ ടാങ്കറാണ് ഏറെക്കുറെ ചെറിയ ടാങ്കർ. ഞങ്ങൾ ചെറിയ പെട്ടി ഓട്ടോറിക്ഷയിൽ ചെറിയ ടാങ്ക് വെച്ച് പോലും കോർപ്പറേഷൻ കൊടുക്കുന്നുണ്ട് വെള്ളം. പക്ഷേ അത് ആ വാഹനം കയറുന്ന റോഡുകളിൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ സ്കൂട്ടർ മാത്രം പോകുന്ന ഒരു വീട്ടിൽ ഒരു 500 റോഡിൽ ഒരു 250 വീടുണ്ടെന്നിരിക്കട്ടെ, ആ വീട്ടിലേക്ക് വണ്ടി കൊണ്ടു കൊടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഫ്ലാറ്റുകൾ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു 10 നിലയുള്ള ഫ്ലാറ്റിൽ വെള്ളം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ വണ്ടിയിൽ കൊണ്ടുകൊടുത്തിട്ട് അല്ലെങ്കിൽ പിന്നെ പമ്പ് വെച്ചിട്ട് ഫ്ലാറ്റ് അസോസിയേഷനൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിന് ആത്യന്തികമായിട്ടുള്ള പരിഹാരം തിരുവനന്തപുരത്ത് കുടിവെള്ള പ്രശ്നം ഒരു യാഥാർത്ഥ്യമാണ്. ഒരു ഡിസംബർ മാസം മുതൽ തുടങ്ങി ഏപ്രിൽ മെയ് വരെ കുടിവെള്ള പ്രശ്നമുണ്ട്. അതിന് നമ്മൾ അരുവിക്കരയിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള പൈപ്പ് ലൈൻ, വെള്ളം കൊണ്ടുവരുന്ന ലൈൻ വളരെ കൃത്യമായിട്ട് പരിപാലിച്ച് മാറ്റേണ്ടത് മാറ്റണം. ഇനി അരുവിക്കര ഡാമിൽ വെള്ളം തേയാതെ വരുമെന്നാണ് വിലയിരുത്തലെങ്കിൽ നെയ്യാർ ഡാമിൽ നിന്നും ഒരുപക്ഷെ ചാല് കയറി അങ്ങോട്ട് വിടേണ്ടി വരും, അല്ലെങ്കിൽ വേറെന്തൊരു ഓൾട്ടർനേറ്റീവ് നോക്കേണ്ടി വരും. അപ്പോൾ 25-50 വർഷം മുന്നിൽ കണ്ടുകൊണ്ട് കുടിവെള്ള പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റെയും സംസ്ഥാന ഗവൺമെൻറ്റെയും ഉൾപ്പെടെ സഹായത്തോടുകൂടി അതിനൂതന പദ്ധതികൾ ആവിഷ്കരിച്ചാൽ മാത്രമേ ഒരു 2-3 വർഷം കഴിയുമ്പോഴേക്കും പ്രശ്നം പരിഹരിക്കാൻ സാധിക്കൂ. ഞങ്ങൾക്ക് ഉത്തരവാദിത്തം ടാങ്കറിൽ കൊണ്ട് എത്തിക്കാൻ പരമാവധി സൗജന്യമായിട്ട് എത്തിക്കുക. ലക്ഷക്കണക്കിന് രൂപ കോർപ്പറേഷൻ മാസം തോറും മുടക്കിയാണ് ഇപ്പോൾ കഴിഞ്ഞ 3-4 മാസമായിട്ട് ഇതിനെ പിടിച്ചു നിർത്തുന്നത് ഈ പ്രശ്നം. ശരി സാർ, നമുക്കൊരു കോൾ എടുക്കാം. ഹലോ, നിങ്ങൾ സംസാരിക്കുന്നതിൻ്റെ കോൾ ഉടനെ കണക്ട് ചെയ്തോളൂ, ആൾക്കാർ വെയിറ്റ് ചെയ്യണ്ട. ഹലോ, കേരള കണക്റ്റിലേക്ക് സ്വാഗതം. ആരെ സംസാരിക്കുന്നത്? ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. ഞാൻ പത്മകുമാർ. ടിവിയുടെ വോളിയം കുറച്ചതിന് ശേഷം സംസാരിക്കാമോ? ഓക്കെ 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 ഓക്കെ. ഞാനേ സംസാരിച്ചോളൂ. മേയർ നമുക്കൊപ്പം ഉണ്ട്, സംസാരിച്ചു. മേയറോടാ പറയണ്ടേ? പറഞ്ഞോളൂ. പിന്നെ എനിക്കൊരു അനുഭവം പറയണേ. എനിക്കറിയില്ല, ഞാൻ പട്ടത്ത് താമസിക്കുന്നത്. നമ്മുടെ ഈ ഫുട്പാത്ത് അത് കോർപ്പറേഷന്റെ കീഴിലാണോ PWD ആണോ എന്താണെന്ന് എനിക്കറിയില്ല. ഞാനൊരു 2 പ്രാവശ്യം അത് കാല് തട്ടി വീണിട്ട് ലാസ്റ്റിൽ ഞാൻ മരണത്തോട് മല്ലടിച്ച ഒരാളാണ്. അപ്പൊ ഈ ഒരു അവസരം ഞാനിപ്പോ TV വെച്ച് ഇദ്ദേഹത്തെ കണ്ടപ്പോഴത്തേക്ക് രാജേഷ് എടുത്ത് ആ ഒരു വിഷമം പറയാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ഈ നടന്നു പോകുന്ന ഈ ഫുട്ബോൾ ഇങ്ങനെ ഇളകി കിടക്കുകയാണ്. അപ്പൊ നമ്മൾ തറയിൽ നോക്കി നടന്നാൽ തന്നെയും കാല് തട്ടുന്നു. പിന്നെ ഇപ്പം ഭൂരിപക്ഷം ആൾക്കാരും ഫോൺ പിടിച്ചിട്ട് സംസാരിച്ചു പോകുന്ന ആൾക്കാരാണ് കൂടുതലും. ഇതിങ്ങനെ ഇളകിയും പൊങ്ങിയും താന്നും ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ഈ കാല് തട്ടിയിട്ട് അത് മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാ ഫുട്പാത്തിലും അതാണ്. പട്ടത്തോളം താങ്കൾ ഫുട്പാത്ത് എന്ന് ഉദ്ദേശിച്ചത് അതിന്റെ മുകളിലുള്ള സ്ലാബാണോ? സ്ലാബിളകി കിടക്കുന്നതാണോ ഉദ്ദേശിച്ചത്? സ്ലാബല്ല, ഈ റോഡിന്റെ സൈഡിൽ നമുക്ക് നടക്കാനായിട്ടുള്ള ഒരു സ്ഥലമില്ലേ? അല്ല, അതാണ് ഫുട്പാത്ത്. അവിടെ ഈ തറയോട് തറയോട് ഭാഗമായിട്ടുള്ള അതിന്റെ ലെവലല്ല അല്ലേ? ലെവലല്ല, ഇളകിപ്പോയിട്ട് മനസ്സിലായി. ആ ഒരു ലെവലിൽ നിന്ന് തട്ടിയിട്ട് ഞാൻ 2 പ്രാവശ്യം വീണു. ഇതുപോലെ പലരും വീണു. പക്ഷെ അത് പിന്നെ വേറൊരു സംഭവം, അത് എനിക്ക് പറയേണ്ട കാര്യമല്ല. അതിനകത്ത് മോട്ടോർ സൈക്കിളും വരുന്നുണ്ട് ഇപ്പൊ ഫുട്പാത്തില്. അത് വേറൊരു കാര്യം. ഞാൻ ഈ ഫുട്പാത്തില് ഈ പൊങ്ങിക്കിടക്കുന്ന കാര്യം, കാലെത്തുന്ന കാര്യം, ഇത് വളരെ തിരുത്താണ്. ഞാനത് അനുഭവിച്ചു. ഞാൻ എന്റെ മൂക്കും മണ്ടയൊക്കെ പൊട്ടി കുറച്ചു നാൾ ഞാൻ കിടക്കേണ്ടി വന്നു. അതൊരു ഞാൻ തറയിൽ നോക്കി നടന്നിട്ടും. പക്ഷെ പലരും ഫോണും വിളിച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഉള്ള അവസ്ഥ ആലോചിക്കുകയാണ്. ഞാൻ അന്ന് ശ്രദ്ധപ്പെടുത്തിയെന്നല്ലോ കേട്ടോ. അതായത് ഫുട്പാത്ത് 2 തരത്തിൽ വരും. ഒന്ന്, PWD റോഡുകളുടെ സൈഡിലുള്ളത് PWD റോഡ് നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് PWD ആണ് ചെയ്യുന്നത്. കോർപ്പറേഷൻ റോഡുകളുടെ സൈഡിലുള്ളതാണെന്നുണ്ടെങ്കിൽ കോർപ്പറേഷനാണ് ചെയ്യുന്നത്. പക്ഷേ കോർപ്പറേഷൻ റോഡുകൾക്ക് അങ്ങനെ ഫുട്പാത്ത് വരാറില്ല. കാര്യം ഞങ്ങൾ കൂടുതലും ഇട റോഡുകളാണ് ചെയ്യുന്നത്. എന്നാൽ കോർപ്പറേഷൻ്റെ വർക്കിൽ തന്നെ റോഡിൽ ടൈല് പാകാറുണ്ട്. അവിടെയും അങ്ങ് പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ പത്മകുമാർ? ഓക്കെ. ഇത് സംഭവിക്കുന്നത് കോൺട്രാക്ടർമാർ ഈ വർക്ക് ചെയ്യുമ്പോഴേക്കും ഉപയോഗിക്കേണ്ട സിമൻറ്റ് ഉപയോഗിക്കാറില്ല. അതായത് മണൽ കൂട്ടിയിട്ടിട്ട് സിമൻറ്റ് അങ്ങ് കുറയ്ക്കും. അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ മിനിമം ക്വാളിറ്റി കീപ്പ് ചെയ്യാത്തത് കൊണ്ടാണ് ഇത് ഇളകി വരുന്നത്. ഇപ്പോൾ കോർപ്പറേഷനിൽ ഞങ്ങൾ കർശനമായ നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് കൊടുത്തിട്ടുണ്ട്. കോൺട്രാക്റ്റിൽ പറയുന്ന, എഗ്രിമെൻറ്റിൽ പറയുന്ന ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും കീപ്പ് ചെയ്യണം എന്ന് ഞങ്ങൾ ഉദ്യോഗസ്ഥർക്ക് AEമാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൗൺസിലർമാരോട് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. ഞാൻ കഴിഞ്ഞ 5 വർഷം പൂജപ്പുര വാർഡിലെ കൗൺസിലറായിരുന്നപ്പോൾ ഒരു റോഡ് ടാർ ചെയ്യാൻ ആരംഭിച്ചാൽ ആരംഭിക്കുന്നത് മുതൽ അവസാനിക്കുന്നവരെ എൻ്റെ ഓഫീസിൽ നിന്നും സാലറി കൊടുത്ത് 1-2 സ്റ്റാഫ് ഈ സ്ഥലത്തുണ്ടാകും. ടാർ അത്ര ഒഴിക്കുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ ആ 5 വർഷം ഒരു മെറ്റൽ പോലും ആ റോഡിൽ ഇളകിയിട്ടില്ല പൂജപ്പുര. ഇത് നമ്മുടെ സിസ്റ്റത്തിൽ ഇത് എല്ലായിടത്തും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. ഞങ്ങൾ പരമാവധി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങ് PWDയുടെ റോഡിൻ്റെ കാര്യമാണ് പറയുകയാണെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥരായിട്ട് സംസാരിക്കുക. കോർപ്പറേഷൻ റോഡ് ഞങ്ങൾ ശ്രദ്ധിക്കാം.
ഇത് ഞാൻ ഈ പട്ടം റോഡാണ്. പട്ടത്ത് നമ്മുടെ ഈ ബിഷപ്പ് ഹൗസിന്റെ സൈഡിൽ കൂടെ നടക്കാൻ പോകുന്ന ഒരു റോഡാണ്. അത് PWD ആണ്. ബിഷപ്പ് ഹൗസിന്റെ ഫ്രണ്ടിലുള്ള റോഡ് PWD ആണ്. ആണല്ലേ? എനിക്കറിയില്ല. എന്തായാലും ഇപ്പം ഇങ്ങനെ മേയറെ TV കണ്ടപ്പോൾ സംസാരിക്കുന്ന PWD ആയാലും കോർപ്പറേഷൻ റോഡായാലും ക്വാളിറ്റി കീപ്പ് ചെയ്യില്ലെങ്കിൽ പ്രശ്നം വരാറുണ്ട്. അത് അങ്ങ് പറഞ്ഞ റോഡ് ഞാൻ മനസ്സിലാക്കുന്ന അങ്ങ് പറഞ്ഞ സ്ഥലമാണെങ്കിൽ PWD ആവും. എനിവേ കോർപ്പറേഷൻ്റെ ഈ വർക്കുകൾ ചെയ്യുമ്പോൾ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും. ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ക്വാളിറ്റി കീപ്പ് ചെയ്യാനുള്ള ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നോക്കാം, ശ്രദ്ധിക്കാം. ഓക്കെ. ഞാൻ എന്താ വെച്ചാൽ വൈകിട്ട് നടക്കാൻ പോകുന്ന റോഡാണ്, പക്ഷെ ഇപ്പൊ നടപ്പ് നിർത്തി. അല്ല, അത് വേണ്ട, നടപ്പ് നിർത്തണ്ട. എലിയപ്പേടിച്ചില്ലെന്നിടണ്ട, അങ്ങോട്ട് മാറി സൈഡിൽ കൂടെ, ആ റോഡ് സൈഡിൽ കൂടെ നടന്നിങ്ങനെ യാത്രകളും കണ്ടത് നടക്കുമായിരുന്നു. അത് പോയി. അല്ല, അപ്പുറത്തൊക്കെ കാഴ്ചകളുണ്ട്. അങ്ങനെ റോഡൊന്നും മാറ്റിയാലും മതി, നടത്തം നിർത്തണ്ട. അത് റോഡ് ഫണ്ട് ബോർഡിന്റെ റോഡാവാനും സാധ്യതയുണ്ട് കേട്ടോ. KRFBയുടെ KRFBക്കും കുറച്ച് റോഡുകളുണ്ട്. അത് റോഡ് ഫണ്ട് ബോർഡിന്റെ റോഡാവാനും സാധ്യതയുണ്ട്. ഓക്കെ, എന്തായാലും ഇത്തരത്തിലുള്ള ഒരു വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയതിന് വളരെ നന്ദി സർ. നമുക്ക് മറ്റൊരു കോൾ കൂടി ഉണ്ട്. ആ കോളിലേക്ക് കൂടി പോകാം. ഹലോ, കേരള കണക്റ്റിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് സന്തോഷ് എന്നാണ്. ഓക്കെ, മേയർ നമുക്കിപ്പോൾ ഉണ്ട്, സംസാരിച്ചോളൂ. നമസ്കാരം മേയർ. നമസ്കാരം. ഞാനിത് ശ്രീകാര്യം ആലത്തറ വാർഡിൽ നിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ. അപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു സജഷനാണ്. ഞാൻ ദിവസവും രാവിലെ ഈ പുലേനാർക്കോട്ട ജംഗ്ഷനിൽ നിന്ന് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിന്റെ ഫ്രണ്ടിലൂടെ നടന്നു പോകുന്ന ഒരാളാണ്. ശരി. അപ്പൊ അവിടെ ശരിക്കും രാവിലെ സ്ട്രീറ്റ് ഡോഗ് ഉണ്ട്. അപ്പൊ ഈ നടന്നു പോകുന്നതൊക്കെ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ എൻ്റെ ചെറിയൊരു സജഷൻ ഞാൻ ചോദിക്കുന്നത്, ഈ എയർഫോഴ്സിന്റെ ഓഫീസിന്റെ ഓപ്പോസിറ്റ് സ്ഥലത്ത് വെറുതെ ഒരു പ്ലെയിൻ ഏരിയ ഉണ്ട്. അതായത് കാടൊക്കെ പിടിച്ചു കിടക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെ നമ്മുടെ ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ഫ്രണ്ടിൽ ഒരു മിനി ജിംനേഷ്യം പോലെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന രീതിയിൽ നമ്മളെ കോർപ്പറേഷനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമോ? അവിടെ സ്ഥലത്തിൻ്റെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. അത് കോർപ്പറേഷൻ്റെ സ്ഥലമല്ല. അത് കോർപ്പറേഷൻ്റെ സ്ഥലമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പെർമിഷന് വേണ്ടി ശ്രമിച്ചു നോക്കാം. ആ സ്ഥലം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മിനി ജിംനേഷ്യം പലയിടത്തും ചെയ്തിട്ടുണ്ട്. അത് ആലോചിക്കാമെന്നുള്ള ഒരു കാര്യമാണത്. കാര്യം ഇത് ടൂറിസ്റ്റ് വില്ലേജിന് അടുത്താണ്. ശരിക്കും ഒരു 4-5 വാർഡുകളെ പ്രതിനിധീകരിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. മന്ത്രി ഒരു ചെറിയ എൻട്രി ഫീ വെച്ചാൽ പോലും അത് നാട്ടുകാർക്ക് ഭയങ്കരമായി പ്രയോജനപ്പെടും. ഞാൻ അവിടുത്തെ കൗൺസിലർമാരോട് സംസാരിക്കട്ടെ. അവിടെ 2-3 വാർഡിൽ ചേർന്നാണ് വരുന്നത്. കൗൺസിലർമാരോട് സംസാരിക്കട്ടെ. ശരി. ഓക്കെ, എന്തായാലും വിളിച്ചതിൽ വളരെ സന്തോഷം. അന്നേരം നമുക്ക് അടുത്തൊരു കോൾ കൂടി ഉണ്ട്. ഹലോ, നമസ്കാരം. കേരള കണക്റ്റിലേക്ക് സ്വാഗതം. സംസാരിച്ചോളൂ. നമസ്കാരം. ഞാൻ വിളിച്ചത് ഈ നമ്മുടെ ഈ തിരുവനന്തപുരം മാത്രമല്ല, കേരളത്തിൽ മുഴുവൻ ഭയങ്കര വേനലും കടുത്ത ചൂടുമാണ്. അപ്പൊ തിരുവനന്തപുരം നഗരത്തിലൊക്കെ അതിനിടയ്ക്ക് വരുന്നതാണ്. പക്ഷെ അവിടെ ഒരു തണ്ണീർപ്പന്തൽ പോലെ എന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് നല്ലതായിരുന്നു. കാരണം പുറത്തുനിന്ന് ശീതളപാനീയങ്ങൾ കുടിക്കാൻ പേടിയാണ്, എന്തെങ്കിലും അസുഖങ്ങൾ വരുമെന്നുണ്ട്. അപ്പം കോർപ്പറേഷൻ ആകുമ്പോൾ ശുദ്ധജലം ലഭ്യമാക്കാനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ പ്രധാന ജംഗ്ഷനുകളിലെങ്കിലും അങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയിരുന്നെങ്കിൽ സാധാരണക്കാർക്ക് ഒരുപാട് പ്രയോജനപ്പെട്ടെ. നോക്കാം, നല്ല ആശയമാണ്. ഒന്ന് ചർച്ച ചെയ്തിട്ട് എന്താ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അത് ഓക്കെ, എന്തായാലും മേയർ മേയറുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മേയർ അത് ആലോചിച്ച് വേണ്ട തീരുമാനങ്ങൾ എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. കേരള കണക്റ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ശ്രീ VB രാജേഷ് സാറാണ്. സാർ, നമുക്ക് ഒരു കോൾ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു, നമുക്ക് അതിലേക്ക് പോകാം. ഹലോ, കേരള കണക്റ്റിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് ബിന്ദു. ഞാൻ ഇവിടെ പുല്ലേക്ക പോകുന്ന ഭാഗത്തുനിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, മേയറോട് സംസാരിച്ചോളൂ. നമസ്കാരം മേയർ. നമസ്കാരം. സർ, ഞാൻ ഇവിടുത്തെ പട്ടിശല്യത്തെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പറഞ്ഞോളൂ. ഇവിടെ ഞങ്ങളുടെ ഈ ഭാഗത്ത് പുല്ലേക്ക മുകൾ വിജയമോഹിനി വില്ലേന്ന് കുന്നപ്പുഴയിലോട്ട് പോകുന്ന ഭാഗത്ത് ഭയങ്കര പട്ടിശല്യമാണ്. അത് എന്നുവെച്ചാൽ ഒരു 10-15 പട്ടികൾ എപ്പോഴും റോഡിൽ കാണും. ഞങ്ങൾക്ക് വെളുപ്പിനൊക്കെ പിള്ളേരെ ട്യൂഷൻ കൊണ്ടാക്കുമ്പോഴൊക്കെ ഭയങ്കര പട്ടിശല്യമാണ്. ഞങ്ങൾ പേടിച്ചാണ് 2 വീലറിൽ പോകുന്നത്. ചിലപ്പോൾ പുറകെ കൂടെ ഓടുകയും ചെയ്യും.
രാത്രി വരുമ്പോഴും ഇതേ ബുദ്ധിമുട്ടുണ്ട്. സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന് എന്ത് നടപടി സ്വീകരിക്കാൻ പറ്റും സാർ? ശരി, തെരുവുനായ ശല്യം പരിഹരിക്കേണ്ടതാണ്, ഞങ്ങൾ പരിഹരിക്കും. അത് ഞാൻ ഉറപ്പ് തരാം. ഉടൻ തന്നെ നിങ്ങളുടെ ആശങ്ക മനസ്സിൽ നിന്ന് ഒഴിയും. ഇതിൻ്റെ നടപടിയുടെ ആദ്യ ഘട്ടം എന്നുള്ളത് എങ്ങനെ ഇപ്പോൾ തെരുവുനായ്ക്കളെ നമുക്ക് പിടിച്ചുകൊണ്ട് പോയാൽ കോർപ്പറേഷൻ പിടിക്കുമ്പോൾ അതിനെക്കൊണ്ട് ശാസ്ത്രീയമായിട്ട് തന്നെ പരിപാലിക്കണമല്ലോ. ഞാൻ പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞതാണ്, താങ്കൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി പറയാം. ആ തുടക്കം എന്നുള്ള അല്ലെങ്കിൽ ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന് 1 മാസത്തിനകം തന്നെ ഞങ്ങൾ 50 നായ്ക്കളെ പിടിച്ച് ചെയ്യേണ്ട രീതിയിലുള്ള പരിചരണമൊക്കെ കൊടുത്തിപ്പോൾ ഒരു ഷെൽട്ടറിൽ അടച്ചിരിക്കുകയാണ്. ആ 50 എണ്ണത്തിനെ നിരീക്ഷിച്ച് വരികയാണ്. വേറെ പ്രശ്നമൊന്നുമില്ല, നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് വിജയകരമായി മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു NGOയുമായി ബന്ധപ്പെട്ട് 2 ഏക്കർ സ്ഥലം ഒരു സ്ഥലത്ത് ആ NGO ലീസിന് എടുത്തിട്ടുണ്ട്. അവിടെ ഷെൽട്ടർ നിർമ്മാണം ഉടൻ തന്നെ ആരംഭിക്കുവാനുള്ള നടപടികൾ ഏറെക്കുറെ പൂർത്തിയായി വരിക. ഒരു 40% നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു. അതിൻ്റെ ഫണ്ടൊക്കെ ഏറെക്കുറെ അനുവദിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഓൾട്ടർനേറ്റീവ് മറ്റു ചില കാര്യങ്ങൾ നോക്കാറുണ്ട്. ഞാനിന്നിപ്പോൾ അവിടെ ഈ ACV ഉള്ള ഈ ഡിസ്കഷൻ കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് തെരുവുനായ ശല്യം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അത് നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി 2 പേര് വരുന്നുണ്ട്. അവരെ കാണാനാണ് ഞാൻ നേരെ ഈ താങ്കൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. അവർ 5:30 മീറ്റിംഗ് നിശ്ചയിച്ചിരുന്നു. ഈ ചർച്ച വെച്ചുകൊണ്ട് ഞാൻ അവരോട് 6 മണിക്ക് വരാൻ പറഞ്ഞു. മേയറുടെ ചേംബറിൽ 6 മണി. അതായത് സൂചിപ്പിച്ചത് ഓരോ ദിവസവും ഇതിൻ്റെ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒരു 10,000-12,000 നായ്ക്കളുള്ളത് കൊണ്ട് വളരെ നല്ല മുന്നൊരുക്കം നടത്തിയിട്ട് മാത്രമേ ഇതിനെ പിടിച്ചുകൊണ്ടിടാൻ പറ്റുള്ളൂ. പലതും അസുഖമുള്ളതൊക്കെ ഉണ്ടാവും. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ താങ്കളുടെ ഈ ആശങ്ക താങ്കളുടെ അല്ല. ഇപ്പോൾ അവിടെ 10-15 നായ്ക്കളല്ലേ താങ്കൾ പറഞ്ഞോളൂ. 150-200 എണ്ണവും വാണരുളുന്ന പ്രദേശങ്ങൾ നമ്മളെ തിരുവനന്തപുരത്തുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രശ്നം പരിഹരിക്കാം. വിളിച്ചതിൽ എന്തായാലും വളരെ സന്തോഷം. കാരണം സർ, നമ്മുടെ പ്രേക്ഷകരിൽ അധികവും മുന്നോട്ട് വെച്ച ഒരു വിഷയം തന്നെയായിരുന്നു തെരുവുനായ ശല്യം. അങ്ങോട്ട് പറഞ്ഞത്. അതെ, അപ്പൊ എന്തായാലും എത്രയും പെട്ടെന്ന് അടിയന്തരമായി അത് പരിഹരിക്കാനുള്ള നടപടികൾ മുന്നോട്ട് പോവുകയാണ്. മേയർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. നമ്മുടെ ഈ പരിപാടിയുടെ മേയർ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോകാം. ഹലോ, കേരള കണക്റ്റിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ തിരുമലയിൽ നിന്ന് ദേവൻ പകൽക്കാരനും റിട്ടയർഡ് പ്രിൻസിപ്പലുമാണ് സംസാരിക്കുന്നത്. ഞാൻ ബഹുമാനപ്പെട്ട മേയറോട് സംസാരിക്കുകയാണ്. എനിക്ക് ആവലാതി, നമ്മുടെ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ അതിർത്തിയിലുള്ള എല്ലാ ഫുട്പാത്തുകളും കച്ചവടക്കാർ കൈയടക്കിയിരിക്കുകയാണ്. ഞങ്ങൾ പിന്നെ ഇതിലെ കൂടെ നടക്കും. ഇത് ഞാൻ ഇവിടുത്തെ നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു. ഇവിടെ ഈസ്റ്റ് പോർട്ടിലായാലും അവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ എല്ലാ സ്ഥലത്തും ഒരിക്കൽ ഞാൻ റേഡിയോയിൽ പ്രഭാത വേദിയിൽ അത് കൊടുക്കുകയും ചെയ്തു. അപ്പൊ ഈ നമ്മുടെ കോർപ്പറേഷൻ അതിർത്തിയിലുള്ള എല്ലാ ഫുട്പാത്തുകളും കച്ചവടക്കാർ കൈയടക്കിയിരിക്കുന്നു. ഞങ്ങൾ ഇവിടെ പിന്നെ നടക്കും. റോഡിലിറങ്ങി നടക്കുമ്പോൾ വണ്ടികൾ കൊണ്ടുവന്ന് ഇടിക്കും. ഓട്ടോ ആയിരുന്നാലും കാറായിരുന്നാലും ബസ്സായാലും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മേയർ ഇതിനൊരു പരിഹാരം കണ്ടാൽ കൊള്ളാം. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട്. എനിക്ക് മാധ്യമങ്ങളോട് പറയാൻ വേണ്ടി കുറച്ച് പരിമിതിയുള്ളൊരു വിഷയമാണിത്. എന്തായാലും ആ വിഷയം അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അത് ഞാൻ മുമ്പ് കൗൺസിലറായിരുന്ന പൂജപ്പുര വാർഡിലാണ് ഇത് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പ്രദേശം. ഇതുപോലെ തിരുവനന്തപുരത്തിൻ്റെ അടുത്താണ് ഞങ്ങളുടെ തിരുമല. ഇതുപോലെ എനിക്കറിയാം. ഇതുപോലെ തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട്. പിന്നെ വഴിയോര കച്ചവടം നമ്മുടെ രാജ്യം അംഗീകരിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണത്. പക്ഷേ അത് കാൽനടക്കാർക്കോ മറ്റുള്ളവർക്കോ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിലാണ് ചെയ്യേണ്ടത്. അതിന് കൃത്യമായ നിയമമൊക്കെ ഉണ്ട്. പക്ഷേ ഈ നിയമം നടപ്പിലാക്കാൻ ചെല്ലുമ്പോഴേക്കും പലരും ഈ അനധികൃത കച്ചവടക്കാരെ സംരക്ഷിക്കുന്നതുകൊണ്ടാണ് നടപ്പിലാക്കാൻ സാധിക്കാത്തത്. എന്തായാലും ഞങ്ങൾ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങൾ നടപ്പിലാക്കി തുടങ്ങുമ്പോൾ നാടറിയും. എന്തായാലും അതിൽ നിന്ന് മോചനം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം മേയറുടെ ശ്രദ്ധയിൽ ഒരിക്കൽ കൂടി. മേയർ അത് ഓൾറെഡി അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മേയർ ചർച്ച ഇപ്പോൾ തെരുവുനായ വിഷയം പരിഹരിക്കുന്നത് പോലെ അത്രത്തോളം മുമ്പോട്ട് പോയിട്ടില്ലെങ്കിൽ ഞങ്ങൾ അതിൻ്റെ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. 1 by 1 ആയിട്ട് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഉടൻ തന്നെ നമുക്ക് അതിനും ഒരു പരിഹാരം പ്രതീക്ഷിക്കാവുന്നതാണ്. പ്ലാനിലുള്ളതാണത് തീർച്ചയായും. അപ്പോൾ നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോവാം. സർ, ഹലോ. കേരള കണക്റ്റിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് ജോസ് എന്നാണ്. ഞാൻ പൂജപ്പുരയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഓക്കെ, മേയറോട് സംസാരിച്ചോളൂ. ഓക്കെ, ഗുഡ് ഈവനിങ് സാർ. നമസ്കാരം. പൂജപ്പുര എവിടെ ആയതില്ല? പൂജപ്പുര നേതാജി റോഡ്. നേതാജി റോഡ്, പറഞ്ഞോളൂ. സാറേ, ഞാൻ 86 തിരുവനന്തപുരത്ത് വന്നതാണ്. അന്ന് തൊട്ട് ഇവിടെയുള്ള ഒരു പ്രോബ്ലമാണ് തമ്പാനൂരിലെ വെള്ളക്കെട്ട്. അപ്പം എത്രയോ പ്രാവശ്യം മറ്റിവിടെ കോർപ്പറേഷനൊക്കെ പലരും ഭരിച്ചിട്ടും അത് ഇതുവരെ സോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ സാർ അധികാരത്തിൽ ഏറ്റെടുത്തിട്ട് ഇപ്പോഴും അതൊരു പ്രശ്നം വന്നു. ഈ ഒരൊറ്റ പ്രശ്നം മാത്രം ഒന്ന് പരിഹരിക്കുകയാണെങ്കിൽ
BJPയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റ് ആയിട്ട് അത് ഒരു നമുക്ക് തൊപ്പിയിലെ പൊൻതൂവലാവും. കാണിക്കാവുന്നതേ ഉള്ളൂ. അതെ, എന്തോ തൊപ്പിയിലെ പൊൻതൂവലാവും അല്ലേ? അതെ 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 അതെ. അതായത് ഞാൻ വന്ന് 60 ദിവസത്തിനകം മഴ പെയ്തു. ഈ 60 ദിവസത്തിനകം ഉള്ള പരിമിതി ഇപ്രാവശ്യത്തെ കൂട്ടുന്ന സാറേ, ഇപ്രാവശ്യത്തെ കൂട്ടണ്ട. ഞാൻ പറയാം. അത് ഇപ്പോഴും നിലവിലുണ്ട്. അല്ല, ഞാൻ പറയാം. ഞാൻ കറക്റ്റ് ഡേറ്റ് പറയാം. ഫെബ്രുവരി 28-ാം തീയതിയാണ് താങ്കൾ പറയുന്ന സംഭവം ഉണ്ടായിട്ടുള്ളത്. അതെ അതെ. ഫെബ്രുവരി മാസം 28-ാം തീയതി 5 മണിക്കോ 7 മണിക്കോ ഇടയ്ക്കാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അതെ. ഞാൻ ഇത്രയും കൃത്യമായിട്ട് പറയാൻ കാരണം, അന്ന് മഴ പെയ്യും എന്നുള്ള ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ, മഴ പെയ്യുമെന്നുള്ള സൂചന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച സൂചനയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മേയറും ഡെപ്യൂട്ടി മേയറും ഉൾപ്പെടെയുള്ളവർ നഗരത്തിൻ്റെ പല ഭാഗത്ത് യാത്ര ചെയ്തു. അന്ന് വൈകുന്നേരം ഞങ്ങൾ യാത്ര ചെയ്യേണ്ടി വന്നതിൻ്റെ കാരണം ഇത് കണ്ടുപിടിക്കാൻ മാത്രമല്ല, പിന്നെ അന്ന് വൈകുന്നേരമായിരുന്നു സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുമ്പായി ശുചീകരണ പ്രവർത്തനത്തിന് വേണ്ടി ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ഇവിടെ എത്തിച്ചേരാൻ ഞങ്ങളൊക്കെ നിശ്ചയിച്ചിരുന്നത് പഴവങ്ങാട് ഈസ്റ്റ് കോർട്ടിലാണ്. ഇവിടെ എത്തിച്ചേരാൻ വേണ്ടി ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത് വരുന്ന സമയത്ത് ഞങ്ങളൊക്കെ തന്നെ ഈ വെള്ളക്കെട്ടിൽ കുടുങ്ങിയിട്ടുണ്ട്. ഞാൻ കുടുങ്ങിയ വഞ്ചൂരാണ്, ഡെപ്യൂട്ടി മേയർ കുടുങ്ങിയത് തമ്പാനൂരാണ്. അപ്പോൾ ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ 8-10 പേർ വാഹനങ്ങളിൽ പല സ്ഥലങ്ങളിലും കുടുങ്ങിയത് കൊണ്ട് തന്നെ ഞങ്ങൾക്കിത് എവിടെയൊക്കെയാണ് വെള്ളം പൊങ്ങുന്നതെന്ന് കാണാൻ സാധിച്ചു. ഇതിൽ റെയിൽവേ, PWD, KRFB, മൈനർ ഇറിഗേഷൻ, മേജർ ഇറിഗേഷൻ ഇവരുടെയൊക്കെ പ്രോപ്പർട്ടിയാണ് ഈ പറഞ്ഞ പ്രദേശങ്ങൾ വരുന്നത്. ഇവിടെയൊക്കെ കൺസ്ട്രക്ഷൻ നടത്തുമ്പോഴേക്കും ഒരു ധാരണയില്ലാത്തതും, പിന്നെ ചെയ്യുന്ന സമയത്ത് കൺസ്ട്രക്ഷൻ നടത്തുമ്പോൾ നല്ല വേനലായിരിക്കും, മഴക്കാലം മുന്നിൽ കൊണ്ട് നടത്തുന്നതും കൊണ്ടാണ് ഈ പ്രശ്നം വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ്റെ കുറേ മാലിന്യം ഇവിടെ എവിടെയെങ്കിലും അടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഒരു തരത്തിൽ പറഞ്ഞു, ഈ മാസം 18-ാം തീയതി ശനിയാഴ്ച രാവിലെ ഒരു 11-12 മണിയോടുകൂടി ഞങ്ങളൊക്കെ തന്നെ ഈ സ്ഥലത്തൊക്കെ വരുന്നുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരെയും വിളിച്ചിട്ടുണ്ട്. മഴ മെയ് മാസത്തിൽ പെയ്യാൻ സാധ്യതയുണ്ട്, അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, റെയിൽവേ ഉൾപ്പെടെ വിളിച്ചിട്ടുണ്ട്. എന്തായാലും അടിയന്തരമായിട്ട് നമുക്കിപ്പോൾ മഴ പെയ്യുമ്പോഴേക്കും ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഒറ്റ സ്റ്റെപ്പ് കൊണ്ട് പരിഹാരം കണ്ടെത്താൻ പൂർണ്ണമായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യം പറയാനുള്ളത്, ഇതിപ്പോ 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ നടക്കാവുന്നത് ചിലപ്പോൾ ആയിരിക്കില്ല. സാറിന് 5 വർഷം സമയമുണ്ട്. ഈ 5 വർഷത്തിനകം പരിഹരിച്ച് ചെയ്തിരിക്കും. ഇതുകൊണ്ട് സാറിന് വീണ്ടും അധികാരത്തിൽ വരാം. അല്ല, അധികാരത്തിൽ വരിക എന്നുള്ളത് ജനങ്ങൾ തീരുമാനിച്ചോട്ടെ. ഞാൻ പറഞ്ഞത് പ്രശ്നം ഒരൊറ്റ പ്രോജക്റ്റ് വഴി നമുക്ക് നമ്മുടെ അച്ചീവ്മെന്റ് കാണിക്കാൻ. അതെ, അധികാരത്തിൽ വരും. പിന്നെ നമുക്ക് അത് വന്നോട്ടെ, ജനങ്ങൾ തീരുമാനിക്കും. എന്തായാലും ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ചെയ്യാം. 30-40 വർഷമായിട്ട് നടക്കാത്തൊരു കാര്യം 5 വർഷം കൊണ്ട് സാർ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇപ്പൊ താങ്കൾ പറഞ്ഞതിന് ഞാൻ മറുപടി പറഞ്ഞപ്പോൾ തന്നെ, ആ മഴ പെയ്ത് താങ്കൾ ബുദ്ധിമുട്ട് അനുഭവിച്ച ഡേറ്റ് ഉൾപ്പെടെ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഇതിന്റെ പുറകിലുണ്ടെന്ന് മനസ്സിലായി കാണുമല്ലോ. ഒരാശങ്കയും വേണ്ട, ഞങ്ങൾ അത് ഞങ്ങൾ നോക്കുന്നുണ്ട്. ഞങ്ങളുടെ പരിധിയിലുള്ളതാണത്. ഓക്കെ, ശരി. വിളിച്ചതിൽ വളരെ സന്തോഷം സർ. നമുക്ക് അടുത്ത ഒരു വാട്സപ്പിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഒരു പ്രേക്ഷകൻ ഒരു മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഒരു നഗരത്തിലെ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗം വർദ്ധിക്കുന്നുണ്ട്. അപ്പം തദ്ദേശ സ്ഥാപനം എന്ന നിലയ്ക്ക് കോർപ്പറേഷന് പോലീസ് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് എന്തൊക്കെ പദ്ധതികൾ ചെയ്യാൻ സാധിക്കുമെന്നാണ്. അതിൽ ചെയ്യാൻ സാധിക്കുന്നത് അങ്ങനെ ചോദിച്ചത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത തരത്തിൽ ആശങ്ക വിതറുന്ന കാര്യങ്ങൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സംഭവിക്കുന്നുണ്ട്. മാഫിയകൾ തന്നെ നമ്മുടെ സ്കൂളിൻ്റെ പരിസര പ്രദേശങ്ങൾ പിടിമുറുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും വഴിതെറ്റുന്നതായിട്ടുള്ള വാലിഡ് ഇൻഫർമേഷൻ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രശ്നം നമുക്ക് പലതരത്തിലൂടെ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. ഒന്ന്, പോലീസുമായി ചേർന്നുകൊണ്ട് ശക്തമായ നടപടികൾ ഈ മാഫിയകൾക്കെതിരെ, ഈ ലഹരി കച്ചവടം നടത്തുവാൻ വേണ്ടി കുട്ടികളെ ഉപയോഗിക്കുന്ന, കുട്ടികളുടെ ചുറ്റിപ്പറ്റി നടത്തുന്നവരെ, അവർ കൃത്യമായിട്ട് പതിറ്റാണ്ടുകളായി ചെയ്യുന്ന ഹാബിച്വൽ ഒഫൻഡേഴ്സാണ്. അവരെ ഐഡൻറ്റിഫൈ ചെയ്ത് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളതിന് ശക്തിപ്പെടുത്തുക. പോലീസുമായിട്ടും എക്സൈസുമായിട്ടും ഞങ്ങൾ പലതരത്തിലും സംസാരിക്കുന്നുണ്ട്. ഈ ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇത് കളക്ടർ ഉൾപ്പെടെ ഇടപെട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പല മീറ്റിങ്ങുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ഇഫക്റ്റീവായിട്ട് അവരെ കൊണ്ട് പറ്റുന്ന പരമാവധി ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ കൗൺസിലിങ്ങും കൃത്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളും സ്കൂളുകളിൽ ഒരുപക്ഷെ നമ്മളുടെ പാഠ്യപദ്ധതിയിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആഴ്ചയിലോ മാസത്തിലോ 1-2 മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ്റെ മാത്രം ഉത്തരവാദിത്തത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്ക് കൂടുതൽ മറ്റുള്ള കാര്യങ്ങൾ എൻജോയ്മെൻറ്റ്, അതായത് അവർ വെറുതെ പഠിത്തം കഴിഞ്ഞിട്ട് അവർ വെറുതെ ഇരിക്കുക, മൊബൈലിന് അടിമകളായി മാറുക എന്നുള്ളത് മാറ്റിക്കൊണ്ട് കൂടുതൽ കളിസ്ഥലങ്ങൾ പിന്നെ നമ്മുടെ വാർഡുകളിൽ ഒരുക്കുക.
സാധിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും കളിസ്ഥലം ഒരുക്കുക. ഈ ബാങ്കുകൾ പോലുള്ള സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പോൾ IT കമ്പനികളൊക്കെ തിരുവനന്തപുരത്ത് ഒരുപാടുണ്ട്. അവരുടെ CSR ഫണ്ടൊക്കെ ഉപയോഗിച്ചിട്ട് ഗ്രൗണ്ടുകൾ ഒരുപാട് തയ്യാറാക്കുക. അതുപോലെ തന്നെ സ്പോർട്സ് മെറ്റീരിയൽസ്, ഫുട്ബോൾ, അവർക്ക് ആവശ്യമുള്ള ഉപകരണങ്ങൾ കൊടുത്തിട്ട് കൂടുതലായിട്ട് അവരെ എൻഗേജ്ഡ് ആക്കുക. അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ ഉത്തരവാദിത്തത്തിൽ കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും സ്പോർട്സിൽ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള കഴിവുകൾ, ഇപ്പോൾ എഴുത്തായിക്കോട്ടെ, വായന ആയിക്കോട്ടെ, ചിത്രരചന ആയിക്കോട്ടെ, മ്യൂസിക് ആയിക്കോട്ടെ, ഡാൻസ് ആയിക്കോട്ടെ, പണം മുടക്കാതെ തന്നെ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, പദ്ധതികൾ, ചെറിയ 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 യൂണിറ്റുകൾ തുടങ്ങി കുട്ടികളെ അതിൽ എൻഗേജ്ഡ് ആക്കുക. ഇങ്ങനെ പല തരത്തിലൂടെ മാത്രമേ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അതൊരു ദീർഘകാല അടിസ്ഥാനത്തിൽ, കാരണം ഇന്ത്യക്ക് പുറത്തുള്ള പല രാജ്യങ്ങൾ പോലും ഇന്ത്യയിലെ കുട്ടികളെ ഒരു വലിയ മാർക്കറ്റായി കണ്ടുകൊണ്ട് നോട്ടം വിടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിലൂടെ അവർ പണം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, ഒരു രാഷ്ട്രത്തിൻ്റെ തന്നെ തലച്ചോറുകളെ നശിപ്പിക്കുക എന്നുള്ള ഒരു ആലോചന കൂടി വിദേശ രാജ്യങ്ങളുടെ മാഫിയകളുടെ കയ്യിലുണ്ട്. അതിൻ്റെ കണ്ണികളായി നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ മാഫിയകളുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ജോയിൻ്റ് എഫർട്ടിലൂടെ നമുക്കിതിനെ തകർക്കാം, തരണം ചെയ്യാം എന്നുള്ള ആത്മവിശ്വാസം നമുക്കുണ്ട്. പദ്ധതിയുണ്ട് ഞങ്ങളുടെ കയ്യിൽ. ഓക്കെ സർ, നമുക്കൊരു പ്രേക്ഷകൻ വെയിറ്റിംഗ് ആണ്, കോൾ വെയിറ്റിംഗ് ഉണ്ട്. ഹലോ ഹലോ, കേരള കണക്കിലേക്ക് സ്വാഗതം, പറഞ്ഞോളൂ. ഹലോ സാർ, നമ്മളിവിടെ വലിയവള വാർഡിൽ നിന്ന് വിളിക്കുകയാണേ. ഇവിടെ ഏറ്റാർക്കോണം എന്ന് പറയും, അതിന്റെ അടുത്തായിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് ഇവിടെ ഓട എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. 10 വർഷമായി. ഏറ്റാർക്കോണം ഇപ്പൊ ടാർ ചെയ്ത റോഡാണ്, ആ കുരുവിക്കാട് ഭാഗത്തോട്ടുള്ള റോഡ് അല്ല, ലെഫ്റ്റിലോട്ട് വരുന്നത്. അവിടെ ഒരു 12 വീടുകളാണ് ഞങ്ങളുള്ളത്. അവിടെ 10 വർഷമായിട്ട്. മുമ്പ് ദേവിമയായിരുന്നു കൗൺസിലർ, ഇപ്പം ഗിരികുമാറാണ് കൗൺസിലർ. അപ്പൊ ഞങ്ങൾ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യം ഒക്കെ പറഞ്ഞായിരുന്നു, റോഡും അത്യാവശ്യം മോശമാണ്. കാരണം ഞങ്ങൾ ഇവിടെ വന്ന് ഞാൻ മറുപടി പറയാം. ഇപ്പോഴേ നമ്മൾ ഈ മാർച്ച് 31, ഇപ്പോൾ ഫെബ്രുവരിയിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ വലിയവിള വാർഡുമായിട്ട് കണക്ട് ചെയ്ത് ഈ വിഷയം ഇത് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ എനിക്ക് തോന്നുന്നു ഏപ്രിലിൽ തന്നെ അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത് ഏപ്രിൽ മെയ്യോടുകൂടി പണി തുടങ്ങും. ഞാൻ താങ്കൾ വിളിച്ച സ്ഥിതിക്ക് ഇന്ന് ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് കാണുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട്. ഗിരികുമാറിനോട് ഞാൻ പറയാം. ഗിരികുമാർ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ. ഓക്കെ, ഇപ്പോൾ ഈ സാമ്പത്തിക വർഷം ആ വർക്ക് നടക്കും. എനിക്കറിയാം, സ്ഥലം അറിയാം. അതിൻ്റെ കൂടെ ചേർന്നാണ് എൻ്റെ വാർഡും വരുന്നത്. ഓക്കെ, കേരള കണക്കിലേക്ക് വിളിച്ചതിൽ വളരെ നന്ദി സർ. നമുക്ക് ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയമാണ് സ്ത്രീ സുരക്ഷ. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ഡെപ്യൂട്ടി മേയർ വനിതയാണല്ലോ. ഡെപ്യൂട്ടി മേയർ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ, കോർപ്പറേഷൻ ബഡ്ജറ്റിൽ തന്നെ സ്ത്രീ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. സ്ത്രീ സുരക്ഷ എന്ന് പറയുമ്പോൾ അതിനും ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ പല രീതിയിൽ കാണണം. അവരുടെ ശാരീരിക സുരക്ഷയ്ക്ക് പോലീസുമായിട്ട് ചേർന്നുകൊണ്ടുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ രാത്രി യാത്ര തിരുവനന്തപുരം നഗരത്തിൽ കൂടുതൽ ആരോഗ്യകരമാക്കണം. നൈറ്റ് ലൈഫ് ഉൾപ്പെടെ പല ഭാഗത്തുനിന്നും ആൾക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു പക്ഷേ നമുക്ക് അങ്ങോട്ടൊക്കെ പോകേണ്ടി വരും. കാരണം മനുഷ്യർ പരമാവധി സമയം എൻജോയ് ചെയ്ത് ജീവിക്കാനുള്ള സമയം ലഭ്യമാക്കുക എന്നുള്ളതായിരിക്കണമല്ലോ ഭരണസമിതികളുടെ ഉത്തരവാദിത്വം. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന മാസങ്ങളിൽ അക്കാര്യങ്ങൾ നമുക്ക് പരീക്ഷണാർത്ഥം തിരുവനന്തപുരത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ സ്ത്രീകൾക്ക് രാത്രിയും സുരക്ഷിതമായി ഇറങ്ങി നടക്കാൻ പറ്റുന്ന സ്ഥലമാണ് തിരുവനന്തപുരം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിക്കണം. അതോടൊപ്പം തന്നെ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറയാം, സ്ത്രീകളുടെ സാമ്പത്തിക സുരക്ഷ. ഇപ്പം ആയിരക്കണക്കിന് സ്ത്രീകൾ നമ്മുടെ വീടുകളിൽ ഇപ്പോൾ രാവിലെ 10 മണിക്ക് ഹസ്ബൻഡും ജോലിക്ക് പോയി മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം 5 മണി വരെ അവർക്ക് ഒരുപാട് സമയമുണ്ട്. ഒരു 4-5 മണിക്കൂർ ഇതിൽ നല്ലൊരു ശതമാനവും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, നല്ല ഹെൽത്തി ആയിട്ടുള്ള, എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ക്രിയേറ്റിവിറ്റി ഉള്ള, പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി വളരെ തൽപരരായിട്ടുള്ള സ്ത്രീകളാണ്. എന്നാൽ അവരുടെ കയ്യിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകില്ല, അവർക്കത് മാർക്കറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവില്ല. ഇതിന് രണ്ടിനും ഒരു താങ്ങായി തണലായി കോർപ്പറേഷനെ പോലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ രാജ്യം തന്നെ വലിയൊരു ഉൽപ്പാദക രാഷ്ട്രമായിട്ട് ഇന്ത്യ മാറുന്ന സാഹചര്യം, നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്ന് വളരെ മനോഹരമായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇതിലൂടെ ഒരു ചെറിയ വരുമാനമാണെങ്കിലും അവർക്ക് ലഭിക്കും. ഇത് സ്ത്രീകളുടെ സാമ്പത്തിക സുരക്ഷ. അത് വരുന്നതോടുകൂടി ഇപ്പോൾ സാമ്പത്തികമായി സുരക്ഷിതമാവുന്നതോടെ അവരുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. ഇതെന്തും ചെയ്യുമ്പോഴേക്കും പണമില്ല എന്നുള്ളൊരു ആശങ്കയാണല്ലോ. അപ്പോൾ ഇതിനെ ഒരു ഔദ്യോഗിക സ്വഭാവം കൊടുത്ത് എങ്ങനെ കൊണ്ടുവരും? ഇപ്പോൾ 2 കോടി രൂപ ഞങ്ങളുടെ ബഡ്ജറ്റിൽ സ്ത്രീകളുടെ സാമ്പത്തിക സുരക്ഷയുമായിട്ടുള്ള ചെറിയ ചെറിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്നിപ്പോൾ താങ്കൾ ചോദിച്ചു അടുത്ത ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ഗവൺമെൻറ്
അവതരിപ്പിക്കാൻ പോകുന്ന പുതിയ ബില്ല് അത് 33% സ്ത്രീകൾക്ക് നിയമസഭയിലും പാർലമെൻറ്റിലും സംവരണം വരുന്നതോടുകൂടി കൂടുതൽ ഭരണരംഗത്തേക്ക് മിടുമിടുക്കുകളായിട്ടുള്ള നമ്മുടെ അമ്മമാരും സഹോദരിമാരും വരികയാണ്. ചരിത്രം സൃഷ്ടിക്കുകയാണ് ലോകത്ത് തന്നെ ഭാരതം. ഞാനിപ്പോൾ 2 മണിക്കൂർ മുമ്പ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നു. അദ്ദേഹത്തെ കണ്ടിട്ടാണ്, അദ്ദേഹത്തെ സ്വീകരിക്കാൻ പോയിട്ടാണ് ഞാൻ ചർച്ചയിലേക്ക് വരുന്നത്. അദ്ദേഹം തന്നെ വളരെ വലിയൊരു ആവേശത്തിലാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ. അപ്പോൾ അതൊക്കെ വരുന്നതോടുകൂടി നന്നായി പോകും. ഇപ്പോൾ എൻ്റെ കോർപ്പറേഷനിൽ തന്നെ 50 പേരാണ് വനിതകളാകേണ്ടത്. ഒരു 55 ഏകദേശം ഒരു 55 കൗൺസിലർമാർ വരെ വനിതകളാണുള്ളത്. തീർച്ചയായും സ്ത്രീ സുരക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മുടെ രാഷ്ട്രപതി വനിതയാണ്, നമ്മുടെ ധനകാര്യമന്ത്രി വനിതയാണ്, മുൻ വിദേശകാര്യമന്ത്രി വനിതയാണ്. അപ്പോൾ വനിതകൾ ഇപ്പോൾ പാകിസ്ഥാനുമായിട്ടുള്ള ഫൈറ്റിൽ തന്നെ നമ്മുടെ ഫ്ലൈറ്റ് പറത്തിയത് തന്നെ നമുക്കറിയാമല്ലോ, അതിന് നേതൃത്വം കൊടുത്തു. അപ്പോൾ വനിതകൾ കൂടുതൽ ശാക്തീകരിക്കപ്പെടുന്ന ഒരു നിലപാടാണ് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ഗവൺമെൻറ് എടുത്തിരിക്കുന്നത്. കോർപ്പറേഷനും അതിനനുസരിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഓക്കെ സർ, നമുക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഒരു പ്രേക്ഷകനൊരു നിർദ്ദേശം ചോദിച്ചിട്ടുണ്ട്. ഒരു ഇത്, അതായത് നമ്മുടെ യുവാക്കൾ കൂടുതലും അഭ്യസ്ത വിദ്യരായ യുവാക്കൾ വിദേശത്തേക്ക് തൊഴിൽ നേടി പോവുകയാണ്, അങ്ങോട്ട് കുടിയേറുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ തലസ്ഥാനത്ത് എന്തൊക്കെ പദ്ധതികൾ കൊണ്ടുവരാൻ കഴിയുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2 രീതിയിൽ നോക്കണം. ഒന്ന്, നമ്മുടെ രാജ്യത്ത് തന്നെ പഠിച്ച് വളർന്ന് വരുന്ന ചെറുപ്പക്കാർ പ്രൊഡക്ടിവിറ്റി എല്ലാം അവരുടെ പ്രൊഡക്ടിവിറ്റി യൂസ് ചെയ്യുന്നത് മറ്റുള്ള രാജ്യങ്ങളാണ്. അവർ 60-65 വയസ്സ് കഴിയുമ്പോൾ ഒന്നുകിൽ തിരിച്ചു വരും, അല്ലെങ്കിൽ അവിടെ തന്നെ സെറ്റിലാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന്, അവർക്കൊരു ബോധവൽക്കരണത്തിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ ബോധവൽക്കരണം മാത്രം നടത്തിയാൽ പറ്റില്ല. അവിടെ കിട്ടുന്ന ശമ്പളത്തിൽ അവർക്ക് ഇവിടെ ജോലി ചെയ്യാൻ പറ്റണം. വിദേശ രാജ്യങ്ങളിൽ കൊടുക്കുന്ന അട്രാക്റ്റീവായിട്ടുള്ള സാലറിയിൽ നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യാനുള്ള പദ്ധതികളുണ്ടാകണം. അതിന് ഓരോ പ്രദേശത്തിനും അനുഗുണമായ പദ്ധതികൾ ആവിഷ്കരിക്കണം. ഇപ്പോൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ടൂറിസം, IT ഇത് രണ്ടുമാണ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇതിന് രണ്ടിന്, ടൂറിസത്തിന് ഇവിടെ ഉള്ള പ്രകൃതി രമണീയമായ സ്ഥലങ്ങളെ നമ്മൾ സംരക്ഷിച്ച് ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും. ITക്ക് ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലം വേണ്ട. ഇത് രണ്ടുമാണ് തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ സാധിക്കുന്നത്. അതുപോലെ തന്നെ മെഡിക്കൽ ടൂറിസം, പിൽഗ്രിം ടൂറിസം പ്ലസ് മെഡിക്കൽ ടൂറിസം. അപ്പോൾ ടൂറിസം പ്രൊമോട്ട് ചെയ്യാം, IT പ്രൊമോട്ട് ചെയ്യാം. അതിനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ IT സെക്ടറിൽ വളരെ വിദഗ്ധനാണ്. അദ്ദേഹത്തിൻ്റെയും അതൊക്കെ തന്നെ സേവനം ഞങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇക്കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ഊന്നാൻ തിരുവനന്തപുരത്ത് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ സർ, നമുക്ക് അടുത്തൊരു കോൾ, ഒരു പ്രേക്ഷകൻ വെയിറ്റിംഗ് ആണ്. ഹലോ, നമസ്കാരം. കേരള കണക്കിലേക്ക് സ്വാഗതം. രാജീവ് എന്നാണ്. ഞാൻ തൈക്കാട് നീതികട ഭാഗത്തുനിന്ന്. ഓക്കെ, മേയറോട് സംസാരിച്ചു. നമസ്കാരം രാജേഷ്. നമസ്കാരം. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ ആരോഗ്യ പരിപാലനത്തിന് സൈക്കിൾ യാത്രകൾ ചെയ്യിപ്പിക്കാൻ നഗരങ്ങളിൽ വളരെ സൗകര്യങ്ങൾ അനുവദിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തില് തിരുവനന്തപുരം ഭാഗത്ത് അങ്ങനെ സൈക്കിൾ പാത്വേ പോലുള്ള കുറച്ച് ആരോഗ്യ പരിപാലനത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയുമോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പല സ്ഥലങ്ങളിലും കുറച്ച് സൈക്കിൾ വെച്ചിട്ട് QR പേയിൽ ചെറിയ നിരക്കുകളിൽ നമുക്ക് സൈക്കിളുകൾ പ്രൊവൈഡ് ചെയ്താൽ അത് രാവിലെയുള്ള കുട്ടികളുടെ ഒരു ആരോഗ്യവും അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാർക്കുള്ള ഒരു യാത്രാ സൗകര്യമൊക്കെ കൊടുക്കാൻ നമ്മുടെ നഗരമധ്യത്തിൽ കഴിയില്ലേ? അങ്ങനെ കുറച്ച് സൈക്കിൾ പാത്ത് നമുക്ക് ക്രിയേറ്റ് കഴിയുമോ? തീർച്ചയായിട്ടും ആലോചിക്കാവുന്നതാണ്. അപ്പോൾ ചെറിയ നിരക്കിൽ അല്ലെങ്കിൽ പോലും, ഇപ്പം നിരക്ക് എത്ര വേണമോ വേണ്ടതെന്നൊക്കെ നമുക്ക് ആലോചിക്കാം. പക്ഷേ ഇത് ചെയ്യേണ്ടതാണ്. ചില സംസ്ഥാനങ്ങളിൽ പോയിട്ട് ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ചർച്ച ചെയ്യാമെന്നുള്ള കാര്യം തന്നെയാണ്. ചർച്ച ചെയ്യാമെന്നുള്ളത് തന്നെയാണ്. ഓക്കെ, വളരെ നല്ലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതിൽ വളരെ നന്ദി. നമുക്കെന്തായാലും നമ്മുടെ സമയം ഏകദേശം അതിക്രമിച്ചിരിക്കുകയാണ് സർ. അപ്പോൾ നമുക്കൊരു അവസാനമായി അതായത് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് പറയാൻ പറ്റും, ഒരു 5 വർഷം കൊണ്ട് നഗരസഭയുടെ മാറ്റം നമ്മുടെ നഗരവാസികൾക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം? നഗരവാസികൾക്ക് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ മാറ്റം കാണാൻ സാധിക്കും. അതായത് വരാൻ പോകുന്ന വർഷങ്ങളിൽ തിരുവനന്തപുരത്തിന് ഉണ്ടാകാൻ പോകുന്ന ഡെവലപ്മെൻറ്റ്, ആ ഡെവലപ്മെൻറ്റിൻ്റെ തുടക്കമായിരിക്കും ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. ഞങ്ങളുടെ സ്വപ്നം, പ്രതീക്ഷ 5 വർഷം കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച നഗരമാക്കി തിരുവനന്തപുരത്തെ മാറ്റുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇന്ന കാര്യത്തിൽ മുൻപോട്ട് പോകും എന്ന് ഞാനൊരു വാക്ക് പറയുന്നില്ല. എന്നാൽ തിരുവനന്തപുരത്തിൻ്റേതായ എല്ലാ സാധ്യതകളും
ഇപ്പോൾ ഡൽഹിയെ പോലെ വികസിക്കേണ്ട രീതിയല്ല തിരുവനന്തപുരത്ത്, അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെ മുംബൈ പോലെ വികസിക്കേണ്ടതോ അങ്ങനെയല്ല. അത് അവിടുത്തെ സ്വഭാവം അനുസരിച്ച്. അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ പശ്ചാത്തലം അനുസരിച്ച് നമുക്ക് എവിടെയൊക്കെ ചെന്നെത്താൻ സാധിക്കുമോ അവിടെയൊക്കെ ചെന്നെത്തുവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും. ഓക്കെ സർ, എന്തായാലും വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ നമ്മുടെ തിരുവനന്തപുരം നഗരസഭയിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ മേയറിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്തായാലും ഈ വളരെ തിരക്ക് പിടിച്ച ഈ ഒരു ദിവസത്തിൽ നമുക്കൊപ്പം 1 മണിക്കൂർ സമയം ചെലവഴിക്കാൻ എത്തിയതിൽ ACV പ്രേക്ഷകരുടെ പേരിൽ വളരെ നന്ദി സർ. ACVക്ക് ഒരുപാട് നന്ദി, വിളിച്ച പ്രേക്ഷകർക്ക് നന്ദി. നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം. ഓക്കെ, ഇന്നത്തെ കേരള കണക്റ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു അതിഥിയുമായി കേരള കണക്റ്റിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.